നമ്മൾ ചെയ്യുന്ന അടുത്ത ചോദ്യം ഭിന്നസംഖ്യയിലെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 7 × 1/2. അപ്പം ബ്രാക്കറ്റ് ഒക്കെ മാറ്റിയിട്ട് നമ്മൾ എഴുതുവാണേ. 7 × 1/2 ഇൻറ്റു 3 × 1/4 മൈനസ് 7 × 1/2 ഇൻറ്റു 2 × 1/4. ഇതിപ്പം ഒരു മിക്സഡ് ഫ്രാക്ഷനാണ്, അതായത് മിശ്രഭിന്നമാണ് ഈ കാണുന്നത്. ഇതിനെ നമ്മൾ സാധാരണയുള്ള നമ്മുടെ നോർമൽ ഫ്രാക്ഷനിലോട്ട് നമ്മൾ ആക്കണം. അതിനെ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ 7-യും 2-യും നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. എന്നിട്ട് 7 × 2 ചെയ്തിട്ട് അതിനോടുകൂടി ഈ 1 ആഡ് ചെയ്യും. അപ്പം 7 × 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 × 4 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4 മൈനസ് 7 × 2 പ്ലസ് 1 divided by 2 into 2 × 4 plus 1 divided by 4. ഇനി 7 × 4 എന്തോ 7 × 2 എന്ന് പറയുന്നത് 14. 14 plus 1 എന്ന് പറയുന്നത് 15. 15 divided by 2 into 3 × 4 എന്ന് പറയുന്നത് 12. 12 plus 1 13. 13 divided by 4 minus 7 × 2 14. 14 plus 1 15. 15 divided by 2 into 2 × 4 8. 8 plus 1 9. 9 divided by 4. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് 15/2 ഉണ്ട്. അപ്പം നമ്മൾ എന്തോ ചെയ്ത് അതിനെ ബ്രാക്കറ്റിന് വെളിയിലെടുക്കുക. അപ്പം 15 ഡിവൈഡഡ് ബൈ 2 ഇത് ബാക്കിയുള്ളതിനെ ബ്രാക്കറ്റിനകത്ത് ഇടുക. 13 ഡിവൈഡഡ് ബൈ 4 മൈനസ് ഇവിടുന്ന് ഇങ്ങനെ എടുത്തല്ലോ 9/4 എന്നിട്ട് 15/2 അതുപോലെ നമ്മൾ എഴുതുക. എന്നിട്ട് ഈ ഫ്രാക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചേ, ഇതിൻ്റെ രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്, 4 ആണ്. അപ്പോൾ ആ 4 നമ്മൾ അതുപോലെ എഴുതി. അങ്ങനെ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്ന കേസിൽ അതിൻ്റെ ന്യൂമറേറ്റർ തമ്മിൽ നമ്മൾ പിന്നെ അങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ 13 9 പോയി കഴിഞ്ഞാൽ 4 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഈക്വൽ 15 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4/4 എല്ലാവർക്കും അറിയാം 1 അല്ലേ. അപ്പം 15 ഡിവൈഡ് ബൈ 2 എന്ന് നമുക്ക് കിട്ടി. ഇനി ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 7 1/2 എന്ന് നമുക്ക് കിട്ടും. ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ ഇപ്പം നമ്മൾ ചെയ്തു വന്ന ഇത് ഇവിടെ വരെ വന്നതിന് ശേഷം നമുക്കിതിനെ വേറൊരു രീതിയിൽ ചെയ്യാം. അപ്പം ഈ നമ്മൾ മുമ്പേ ചെയ്തത് 15 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞ് നമ്മൾ ബ്രാക്കറ്റിന് വെളിയിലെടുത്തായിരുന്നു ചെയ്തത്. പക്ഷേ ഇനി അങ്ങനെ അല്ലാതെ ചെയ്യുന്നത് ഇതിനെ തമ്മിൽ ഗുണിക്കാം. അപ്പം 15 × 13 ചെയ്യണം. 15 × 13 വരുമ്പോൾ 195 എന്നാണ് നമുക്ക് വരുന്നത്. 2 × 4 എല്ലാവർക്കും അറിയാം എന്താ 8 മൈനസ് 15 × 9. 15 × 9 എന്ന് പറയുന്നത് 135 ഡിവൈഡഡ് ബൈ എന്താണ് 8. പിന്നെ എന്ത് ചെയ്യണം, ഈ 195 ന്ന് 135 നമ്മൾ കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ എന്തുവാ നമുക്ക് 60 കിട്ടും. 60 ഡിവൈഡഡ് ബൈ 8 നമ്മൾ ഇതിനെ 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്തോന്നു 30 ഡിവൈഡഡ് ബൈ 4 പിന്നെ നമുക്ക് 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്തോ 15 ഡിവൈഡ് ബൈ 2. ഇപ്പോൾ ലാസ്റ്റ് വൺ നമുക്ക് എന്ത് തന്നെ കിട്ടും 7 1/2. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഈ രണ്ട് മെത്തേഡിലും ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാവുന്നതാണ്.